നമ്മളിന്ന് കൃഷിക്കാരൻ പാസ്വേഡ് ചാനൽ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പോവാണ്. കാരണം നമ്മൾ ചെറിയ ഷോർട്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നാടൻ രീതിയിൽ ലിവർ കട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ലിവർ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളതിന്റെ കൂട്ടത്തിൽ നല്ലൊരു നമ്മൾ തന്നെ ഒരു നാടൻ രീതിയിൽ ഒരു മസാല ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേ. കൂടെ നമുക്കിത് നല്ലൊരു എന്താ പറയാ, കുറച്ച് കുരുമുളക് ഉണ്ട്, ഏലക്കയുണ്ട്, ജാതിപത്രി ഉണ്ട്, കരയാമ്പൂ ഉണ്ട്. ഇത്രയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ചെറിയൊരു മസാല, വലിയൊരു ഫ്ലേവർ പ്രൊഫൈൽ ഒന്നും വരാത്ത രീതിയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മള് എല്ലാ മസാലയും നമ്മൾ ഇതിൽ ഇടാണ്. നമ്മള് നല്ലൊരു നാടൻ മസാല തയ്യാറാക്കുന്നത്. അപ്പൊ മസാല റെഡിയാണ്. അപ്പൊ നമുക്ക് ബാക്കി സ്ലൈസിങ്ങിലോട്ട് ഇളകാം. അതുപോലെ നമ്മുടെ 2 സബോള ഉണ്ട്, പിന്നെ 2 പീസ് ഇഞ്ചി ഉണ്ട്. ഇത്ര എടുക്കണമെന്നില്ല, എനിക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടമായാലും ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ 2-3 പച്ചമുളകുണ്ട്. അപ്പൊ നമുക്ക് സ്ലൈസ് ചെയ്തുകൊണ്ട് കിടക്കാം. എത്ര ഫൈൻ ചോപ്പായി അരിയുന്നു അത്രയും നല്ലതാണ്. അപ്പൊ കറിയിൽ അത് കൂടുതൽ മിക്സായി അതിന്റെ കൂടുതൽ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പൊ വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഡൈസ് ചെയ്തിരുന്നേക്കാളും കൂടുതൽ ടേസ്റ്റ് വരിക നമ്മൾ ക്രഷ് ചെയ്തിടുമ്പോഴാണ്. അപ്പൊ നല്ല കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. എനിക്ക് ഏറ്റവും അതിന്റെ ഒരു ടേസ്റ്റ് ആണ്, എല്ലാ ടേസ്റ്റാണ്, അതിന്റെ ഒരു ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്കിവിടെ കിട്ടുക ഫ്രോസൺ ആയിട്ടുള്ള മുളകാണ്. നമ്മളിപ്പോ ഉപയോഗിക്കാം. കുഴപ്പമില്ല, ഈ മാത്രം കട്ട് ചെയ്യാനുള്ളൂ. അതുപോലെ തീർത്ത് നമുക്ക് ലിവർ കട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് കുക്കിംഗ് കിട്ടാറുണ്ട്. നമ്മൾ ചുമ്മാ ലിവർ 2 പീസാക്കി ഇടുന്നുള്ളൂ. കൂടുതൽ നമ്മൾ ചെറുതാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ കട്ടിങ്ങിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലിവറിലേക്ക് കുറച്ച് മസാല ചേർത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, പിന്നെ നമ്മൾ തന്നെ തയ്യാറാക്കിയ ഗരം മസാല ഉണ്ട്. ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അപ്പൊ അതിൽ കുറച്ചും കൂടി ഇത്തിരി ഫ്ലേവർ നമുക്ക് ഇത്തിരി കൂടി ഇൻക്രീസ് ആയി കിട്ടും. അപ്പൊ നമ്മൾ ആദ്യത്തെ മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചിട്ടാൽ മതി, വളരെ കുറച്ചിട്ടാൽ മതി. അടുത്തത് മല്ലിപ്പൊടി. നമ്മള് 1/2 ടേബിൾ സ്പൂൺ അത്ര ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇടുന്നുണ്ടോ? പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ ഇപ്പൊ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ അവസാനിപ്പിക്കാൻ നേരത്ത് കുറച്ച് കൂടുതൽ ഇടും. ആ ഫ്ലേവർ നോക്കിയിട്ട് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിന്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി കുരുമുളക് ഇടാം. നല്ല പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. മുളക് പൊടി നമ്മൾ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇടാണ്, ടേബിൾ സ്പൂൺ ഇടാണ്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയാണ്. നമ്മളങ്ങനെ ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ടില്ല, വളരെ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ലെവലില് ഇത് കുറച്ചിടുക, ഇത്ര മതിയാവും. നമ്മളിത് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി ബാക്കി കുക്കിങ്ങിലൂടെ കിടക്കാം. ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ നമുക്ക് ആവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജീരകം ഇടാം. ഒരു ജീരകമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചൂടാക്കാം. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇതൊന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ബാക്കി സബോളയും പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നമുക്ക് എപ്പോഴും ആഡ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്കിവിടെ ഉണങ്ങിയ കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഫ്രഷ് കിട്ടാനില്ല. അതുപോലെ ഈ ബാക്കി നമ്മൾ സബോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യണം. നമ്മളത് കുറച്ച് ഉപ്പിടുകയാണ്. ഇത് നല്ല രീതിയിൽ വഴറ്റണം. എത്രത്തോളം നമ്മൾ വഴറ്റുന്നു അത്രത്തോളം ഫ്ലേവർ നമുക്ക് കൂടുതൽ കിട്ടും. ഇത് നല്ല സമയം എടുക്കും ഗൈസ്. വേണമെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് വന്നോളൂ. ജീരകത്തിന്റെ മണക്കങ്ങനെ വരുന്നുണ്ട് ഗൈസ്. സവോളയൊക്കെ സെറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലിവർ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ലിവർ ആദ്യം 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കണ്ട, ഒന്ന് ചൂടായി ആ ആവിയിലൊന്ന് കയറട്ടെ. അതിനുശേഷം നമുക്കത് മൊത്തത്തിൽ ഇളക്കി മൂടി വയ്ക്കാം.
അപ്പൊ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇളക്കാൻ നിൽക്കണില്ല. നമ്മൾ അങ്ങനെ നിന്ന് അതിന്റെ ഒരു ചൂടിലൊന്ന് ആവി തട്ടി ആ ഒരു ഫ്ലേവർ ഇതായതിനു ശേഷം മാത്രം നമ്മൾ ഇളക്കണുള്ളൂ. ഇളക്കിയതിനു ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളത് മൂടി വയ്ക്കുകയാണ്. അത് നമ്മള് ഇളക്കി മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. കുടിച്ചോ. അപ്പൊ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പായി. എന്തിനാ ഇതല്ലേ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള അത്രയും കുരുമുളക് നമുക്ക് ഇടാം. ക്രസ്റ്റ് ആയിട്ടുള്ള കുരുമുളകാണ് അത്രയും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി കിടലും കറിയായി. ഇതെല്ലാം റോസ്റ്റായി, ലിവർ റോസ്റ്റ്. ലിവർ റോസ്റ്റ് 2 ഇങ്ങനെ വരുന്നുണ്ട്. റോസ്റ്റ് സെറ്റാണ്. നമുക്കിനി അടുത്ത പാൻ എടുത്തിട്ട് ഒരു 2 ദോശയും കടിക്കാം. ദോശ എടുത്തിട്ട് നമുക്ക് കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകും. അത് നമുക്ക് ദോശയുടെ പരിപാടിയിലോട്ട് കിടക്കാം. ദോശ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ദോശ നമ്പർ 1 സെറ്റാണ് ഗൈസ്. കിട്ടുമോ? അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് കിടക്കാം. അത് 2 ദോശ കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ദോശ സെറ്റാണ്. നമുക്ക് 2 പീസ് ലിവർ എടുത്തിട്ട് ഫ്ലേവറും ടേസ്റ്റും എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കുറച്ച് കഴിക്കല്ലേ. അപ്പൊ കഴിച്ചത് ദോശ ലിവർ സെറ്റാണ്. നമുക്ക് നോക്കാം. ചീസ്. ഇതാണ് സാധനം. അപ്പൊ ഇതെല്ലാവരും വീഡിയോ പരീക്ഷ നോക്കുക. കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. സംഭവം പൊളിയാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ. അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ബ്ലോഗ് ആയിട്ട് കാണുന്നവരെ തൃശ്ശൂർക്കാരനും പാസ്പോർട്ടും സൈനിങ് ഓഫ്.